പ്രൈസ് ലോർഡ്. ഉന്നതനും ഉയർന്നവനും പരിശുദ്ധനും ശാശ്വതവശമായ ദൈവത്തിന് മുൻപാകെ ഒരിക്കൽ കൂടി ഒരു സാക്ഷിയാൻ നിപ്പാന്ത ഗുണം കർത്താവിന്റെ ജീവിതത്തിൽ നൽകി തന്ന വലിയ ഭാഗ്യത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം എൻ്റെ ജീവിതത്തിൽ നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ 4 വർഷമായിട്ട് പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും കൊണ്ടിരുന്ന ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ കർത്താവ് പ്രവർത്തിച്ചു. കഴിഞ്ഞ മാസക്കാലം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു ജോബിന് വേണ്ടി ഒരു വഴി തുറക്കുകയും അതിലൊക്കെയും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനും അതിലൊക്കെയും പാസ്സാകുവാനും മുന്നോട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കോണം എൻ്റെ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. ദൈവീതമാണെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ ഞാൻ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 26 എൻ്റെ അവിടെ ചെന്ന് എനിക്ക് ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ഇൻഡക്ഷനൊക്കെ ചെയ്യണം. അതിനുശേഷം ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ 29th ഞാൻ RN-ആയിട്ട് ജോബ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് വയൽക്കാലം ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ 4 വർഷത്തെ കാലത്തെ എൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്നൊരു ദിവസം എനിക്ക് പറഞ്ഞാൽ തീരത്തില്ല. അത്രമാത്രം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയവനായിരുന്നു. പല സാഹചര്യങ്ങളിലും ഞാൻ ജീവിക്കുമോ, ഞാൻ നിൽക്കുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ച അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും തകർന്നു പോകുവാൻ തക്കോണം, തകർത്ത് കളയുവാൻ തക്കോണം പിശാച് പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട്. പറയുവാണെങ്കിൽ എന്നെ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാ രീതിയിലും ഞങ്ങളെ ഫാമിലി ആയിട്ട് തകർത്ത് കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം എല്ലാവരെ പോലെയും സാധാരണ ഒരു വ്യക്തികൾ ചെയ്യുന്നത് പോലെ OET പാസ്സായി. അതിനുശേഷം ഒരു കൂലിപ്പണിക്കാരൻ്റെ മകളായിട്ട് ജനിച്ച ഞാൻ, ഒരു സാഹചര്യങ്ങളുമില്ലാത്ത ഞാൻ, എൻ്റെ ചിന്തയ്ക്ക് അതീതമായിട്ട് ഒരു ന്യൂസിലൻഡ് എന്ന രാജ്യം ഞാൻ സ്വപ്നം കണ്ടു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടന്നു. ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് കടന്നു പോകാനായിട്ടുള്ള ഡിസിഷൻ ലെറ്റർ കിട്ടി. 2023 കല്യാണത്തിന് ശേഷം വീണ്ടും അച്ചാച്ചനോട് ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു. പിന്നെ എനിക്ക് അവിടെ ഫസ്റ്റ് കോമ്പറ്റൻസി കംപ്ലീറ്റ് ചെയ്യുവാനായിട്ടുള്ള അഡ്മിഷൻ ലഭിക്കാനായിട്ടൊക്കെ ഒത്തിരി ഡിലേ ആയി. എങ്കിലും അണ്ടിലാൽ അൺലെസ് ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് സൺഡേ അവിടെ ചെല്ലുന്നതും വരെ അവിടെ ജോബ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് പല ആൾക്കാരെയും കണ്ടപ്പോഴാണ് അവർ ഒത്തിരി പേര് ജോബ്ലെസ് ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. എങ്കിലും ആ കോമ്പറ്റൻസിയൊക്കെയും അനുഗ്രഹമായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാനും അവിടുത്തെ രജിസ്ട്രേഷൻ ലഭിക്കാനും ഒക്കെയും കർത്താവ് സഹായിച്ചു. അതിനുശേഷം അവിടെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ടായിരുന്നു. ആ 21 ദിവസക്കാലവും എനിക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഫാസ്റ്റിംഗ് ഒക്കെ ഇരിപ്പാൻ തക്കണം കർത്താവ് നേടിയാക്കി. അങ്ങനെ ഞങ്ങളുടെ ഒരു ഓൾ നൈറ്റ് പ്രെയർ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന് മുട്ടിലിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ ഇപ്രകാരം ഒരു കാഴ്ച കാണിച്ചു. അതായത് കുറേ മരങ്ങൾ, കുറേ പൂക്കളും ഒക്കെയുള്ളൊരു മലകളും, കുറേ മരങ്ങളൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരവസ്ഥ. പെട്ടെന്നൊരു ദിവസം അതങ്ങ് ഉണങ്ങി വാടി കരിഞ്ഞു പോകുന്നൊരവസ്ഥ കണ്ടു. വീണ്ടും കുറച്ച് നാളിന് ശേഷം അത് വീണ്ടും പൂത്തൊലിയുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിച്ചു. പക്ഷെ അതെന്താണെന്നോ അതിൻ്റെ അവസ്ഥ എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഞാൻ കുറേ അധികം സ്ട്രഗിൾ ചെയ്തു. ജോബ് കിട്ടാത്ത അവസ്ഥയായപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കടന്നു വന്നു. അതിനുശേഷം 2024-25 IS ഒക്കെ ഞാൻ ഭവനത്തിലായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ അധികമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അത് പലപ്പോഴും പുറത്ത് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. എങ്കിലും അവിടേക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ ദൈവം ഇന്ന് നിലർത്തി. അപ്പോഴാണ് എനിക്ക് ആ വിഷയം എന്താണ് പരിശുദ്ധാത്മാവ് എന്നെ അന്ന് കാണിച്ചു തന്നതെന്ന് എനിക്ക് മനസ്സിലായത്. എങ്കിലും ആ ഒരിക്കൽ പോലും ഞാൻ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാനോ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിപ്പാനോ തക്ക ഇടവരത്തില്ലെന്ന പ്രാഗൽഭ്യത്തോടെ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുവാൻ സാധിക്കും. ആ വിഷയത്തിന് മേൽ ഞാൻ എപ്പോഴും, പാസ്റ്റർ ഇന്ന് ശരിക്കും പ്രസംഗിച്ചത് എൻ്റെ സാക്ഷ്യമാണ്. യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് വായിക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. ആ വാക്യമാണ് പാസ്റ്റർ ഇപ്പം എന്നോട് സംസാരിച്ചത്. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാകിയ ബലമുള്ള കൈക്കടി താണിരിപ്പി എന്നുള്ള വാക്യം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. പിന്നെ ഞാൻ ഒരു 500 ആപ്ലിക്കേഷൻസ് കൊടുത്തു. ന്യൂസിലൻഡിൽ ആക്റ്റീവായിട്ട് ആരെയും ജോബിന് എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആ രാജ്യത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഓസ്ട്രേലിയയുടെയൊക്കെയും കുറേ ആക്റ്റീവായിട്ട് ശ്രമിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫെബ്രുവരിയിൽ ഒരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് റൗണ്ട് പാസ്സായി. നെക്സ്റ്റ് റൗണ്ടിലേക്കുള്ള മെയിൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ആ ഇൻ്റർവ്യൂ മുടങ്ങിപ്പോയി. അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരേ ബുദ്ധിമുട്ട്, ഞങ്ങൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി.
പിന്നെ അതുമൂലം ഞങ്ങൾ മെന്റലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഫിസിക്കലി ഞാൻ ഓരോ സൺഡേ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഹന്ന മനോവ്യസനത്തോടെ കരഞ്ഞതുപോലെ ഓരോ ഞായറാഴ്ചയും ഓരോ പ്രാർത്ഥനയ്ക്കും ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം വിഷമത്തോടെ ഞാൻ കരഞ്ഞിരിക്കുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബോഡിയിൽ എനിക്ക് കാല് നിലത്ത് കുത്തുവാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കാലിനൊക്കെ വളരെയധികം പ്രശ്നങ്ങളായിട്ട് ഇവിടെ ചർച്ച വന്നിട്ട് ഈ കസേരകൾ ഞാൻ ഇരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ദൈവം എന്നെ മാറ്റി ഇപ്പം നിലത്തിരിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം എന്നെ വിടുവിച്ചു. ദൈവം ഇത്രത്തോളം ആരോഗ്യത്തോടെ എന്നെ നിലനിർത്തി. പിന്നെ ഞങ്ങൾ മാനസികമായ ബുദ്ധിയിൽ ചിന്തിച്ചിട്ട് ഇതിനിടയ്ക്ക് ഞാൻ ഏപ്രിൽ മാസത്തോ ഞങ്ങൾ ഖത്തറിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. പക്ഷെ പ്രോമോട്ടറിംഗ് ഒന്നും പഠിക്കാൻ തുടങ്ങിയില്ല. അങ്ങനെ എൻ്റെ സാഹചര്യത്തിലാണ് എനിക്ക് പെട്ടെന്ന് ന്യൂസിലൻഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ ലാസ്റ്റ് മന്ത് വരികയും അതൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അതിന്മേലൊക്കെയും കർത്താവ് ജയം നൽകി. പിന്നെ ആ വിഷയത്തിൽ ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞങ്ങളിവിടെ ദേവസ്ഥാനത്തിൽ പാസ്റ്റർ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുകയും ആ നിമിഷം മുതൽ ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വർഷങ്ങളായിട്ടോ നിങ്ങൾ പല വിഷയത്തിലും നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു മറുപടി ലഭിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ ഭാരപ്പെടേണ്ട. എനിക്ക് എൻ്റെ ഒരു സാക്ഷിയായിട്ട്, ഒരു അത്ഭുത സാക്ഷിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എനിക്ക് ഈ സമയം ഒന്നും പുകഴുവാനില്ല. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴത്തേക്ക് പല നിന്ദിക്കപ്പെട്ട വാക്കുകൾ പലരുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തിയ അവസ്ഥകളൊക്കെ ഉണ്ടായി. എങ്കിലും കർത്താവ് എന്നെ സ്നേഹിച്ചതുകൊണ്ട്, കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഇന്ന് ഇപ്രകാരം ഇവിടെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുവാൻ നോക്കണം. ദൈവടിയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല എനിക്ക് വേണ്ടി ഓരോ സെഷൻസിലും ഓരോ പ്രേയേഴ്സിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരോട്, എല്ലാം എൻ്റെ മീറ്റിങ്ങിലൊക്കെയും പ്രാർത്ഥിച്ച ആൻറ്റിമാരോട്, അങ്കിൾമാരോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പാതിപ്പള്ളി കുടുംബത്തോട് എപ്പോഴും ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഓൾ ദ ടൈം ഫോർ യുവർ ഓൾസോ സപ്പോർട്ട്. പിന്നെ പാസ്റ്ററോടും ആൻറ്റിയോടും, ഒരു പാസ്റ്റർ എന്നതിനെക്കാട്ടിലുപരി ഒരു നല്ല സഹോദരനും സഹോദരിയായിട്ട് എന്നെ ഇത്രയും നാളും കരുതി, ഞങ്ങളെ കുടുംബമായി കരുതി, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനൊക്കെ വേണം ദൈവീടിയാക്കി. വീണ്ടും ദൈവം ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ അച്ഛനെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയൊരുക്കുവാൻ ദൈവവിധമുള്ള വ്യക്തികൾ മാത്രം എന്നോട് കണക്റ്റ് ആകുവാൻ തക്കോണം ദൈവടിയാക്കണം. അതുപോലെ തന്നെ ഈ സ്ട്രെസ്സൊക്കെയും കൂടിയിട്ട് പലപ്പോഴും എനിക്ക് ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെയും കർത്താവിനെ പിടിപ്പിച്ച് ഞാൻ പഴയ നാളുകളിൽ എത്രത്തോളം ആക്റ്റീവായിട്ട് ജോബ് ചെയ്തിരുന്നു, അതുപോലെ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യാൻ തക്കോണം, എല്ലാവർക്കും ഒരു നല്ല മാതൃകയായി നിൽക്കുവാൻ തക്കോണം എൻ്റെ ദൈവമായ കർത്താവിനെ സഹായിക്കണം. അതുപോലെ തന്നെ ഞാൻ അവിടെ ആയിരിക്കുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ നാമം മഹിത്തപ്പെടുത്തുവാൻ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം ഞങ്ങളായി തീരണം എന്ന് ആഗ്രഹിക്കുന്ന അപ്രകാരമായി തീരുവാൻ തക്കോണം ദൈവം സഹായിക്കണം. വീണ്ടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആത്മീയമായി ഭൗതികമായ ചില വിഷയങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ വളരെയധികം ഭാരത്തിലായിരിക്കുന്നു. ആ വിഷയത്തിൻ്റെ മധ്യത്തിലേക്കും വരും ദിവസങ്ങൾ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നീക്കുപോക്ക് വരുത്തേണ്ടതിനെയും എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ദേവസ്ഥാനത്തെ താണ്ടിരുന്നോളൂ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി നിന്റെ മകളെ പ്രാർത്ഥിച്ച് അയക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം. ഒരുവന്റെ വഴിയിലെ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ ദൈവവന്റെ ഗമനത്തെ സ്ഥിരമാക്കും എന്ന് വചനത്തിലുണ്ടപ്പ. കഴിഞ്ഞ 4 വർഷമായി നിന്റെ മകൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, ഒത്തിരി ഭാരപ്പെട്ടു. പല വേദനകൾ കർത്താവെ ചർച്ച ചെയ്യാനിടയായി. തക്ക സമയമായപ്പോൾ ദൈവത്തിന്റെ കരുതൽ നീട്ടി. കർത്താവെ പേപ്പറൊക്കെ ശരിയായപ്പോൾ സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതും ദൈവം തക്ക സമയം നൽകിക്കൊടുത്തു. ഓരോ ഘട്ടത്തിലും ദൈവത്തിന്റെ കരുതലും കൃപയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത തീരുമാനം ശരിയോ എന്ന് ചോദിച്ച നാളുകളുണ്ട്. അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതലും കൃപയും ഈ പൈതലിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സഭയായി നിന്റെ ദാസന്മാർ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അക്സയെ ഞങ്ങൾ പ്രാർത്ഥിച്ചയക്കുന്നു. അടുത്ത ദിവസം കരമാർഗം ആകാശമാർഗം യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അവൾ എത്തേണ്ട റൂമിൽ എത്തുന്നിടം വരെ കർത്താവ് ദൂതന്മാരെ അയക്കണം. ഒന്നിനും ഒരു കുറവ് വരരുത്. യാത്രയിൽ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, കൊണ്ടുപോകുന്ന ലഗേജ്, പാസ്പോർട്ട്, വിസ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പൈതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങൾ അതെല്ലാം ഒരു നന്മയ്ക്കായി അടയാളമായി, യേശുവിന്റെ നാമത്തിൽ ഒരു നന്മയ്ക്കായി അടയാളമായി ഇത് തുടക്കമാകട്ടെ എന്ന് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അക്സയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.